ഭഗവാന്റെ സ്വത്താണ്. ആദ്യം അടിച്ചു മാറ്റിയത്, ക്യാമറയുടെ മുമ്പിൽ അടിച്ചു മാറ്റിയത് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമാണ്. ഇവർ അടിച്ചു മാറ്റി പോറ്റി കൊടുത്ത കൂലി കൊടുത്തതാണ്. തന്ത്രി കാണിക്കുന്ന കുഴപ്പങ്ങൾക്ക് തന്ത്രിക്ക് സമ്മാനമായി കൊടുത്തതാണ് അയ്യപ്പന്റെ വാഹനം. കോൺക്രീറ്റ് തീർത്ത കൊടിമരം തടിയാണെന്ന് വരുത്തി തീർത്ത്, അത് ദ്രവിച്ചു പോയി എന്ന് വരുത്തി തീർത്ത് പൊളിച്ചു പണിത ക്രൂരകൃത്യം അതിന്റെ പുറകിലുണ്ട് എന്ന് ഓർത്താൽ നല്ലത്. ഏതാ തടിയാണെന്ന് പറഞ്ഞ് പൊളിക്കുകയാണ്. സാധനം തടി ദ്രവിച്ചിരിക്കുകയാണെന്ന് തന്ത്രി പറയുന്നു. ഇവര് പൊളിക്കുന്നു. ഒരു കള്ളപ്പണി ചെയ്യാൻ പോകുന്നു. തുറന്നു നോക്കുമ്പോൾ കോൺക്രീറ്റിലാണ് കൊടിമരം നിൽക്കുന്നത്. കോൺക്രീറ്റിന്റെ പുറത്താണ് സ്വർണ്ണ പറ ഇറക്കിയത്. ഈ വേലയെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നാടായ നാട് മുഴുവൻ നടന്ന് ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞു. വേറെയും ഉണ്ട് ഒരു വൃത്തികെട്ട പരിപാടി. ഒരു പാട്ടിറക്കിയിട്ടുണ്ട്. ദുഷ്പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയം. അതിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ആയുധം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന വിഷയമാണ്. ആ വിഷയം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പ്രചരണം നടത്തുമ്പോൾ അവിടെ എവിടെയും തന്നെ വേറൊരു സർക്കാരിനെതിരെ വിമർശനം നമ്മൾ കേട്ടില്ല. അഴിമതി ആരോപണങ്ങളൊന്നും കേട്ടില്ല. എവിടെയോ ആരോ ചെയ്ത ഒരു കള്ളത്തരത്തിന് അതിന്റെ പുറകെ ഒരു സർക്കാരിനെ കരിവാരി തേക്കാന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പൊ നമുക്കറിയാം, ദിവസങ്ങൾ കഴിയും തോറും പാമ്പ് തിരിഞ്ഞു കൊത്തുകയാണ്. നമ്മളെ കൊത്താൻ വേണ്ടി തുറന്നുവിട്ട ആ പാമ്പ്, വിഷപ്പാമ്പ്, ഇന്ന് അവരെ തന്നെ കൊത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരുടെ നേതാക്കന്മാർ കോടാനുകോടി രൂപയുടെ ഇടപാടുകൾ ഈ പറയുന്ന തന്ത്രിയുമായും ബന്ധപ്പെട്ട പോറ്റിയുമായും എല്ലാം നടത്തിയതിന്റെ രേഖകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അങ്ങനെ പുറത്തു വരുന്ന രേഖകളിലൂടെ കാലം കാര്യത്തെ തിരിച്ചു മറിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാഹനത്തിൽ പോലും അനൗൺസ് ചെയ്യുമ്പോൾ കെടുകാര്യസ്ഥതയുള്ള ഒരു സർക്കാരാണെന്ന് വിമർശിച്ചിട്ടില്ല. അഴിമതിയുള്ള ഒരു സർക്കാരാണ് എന്ന് വിമർശിച്ചിട്ടില്ല. സ്വജനപക്ഷപാതമുണ്ട് എന്ന് വിമർശിച്ചിട്ടില്ല. കാരണം വിമർശിക്കാനില്ല. 10 കൊല്ലത്തിനിടയിൽ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാനോ അത്തരത്തിലൊരു വിഷയം അവതരിപ്പിച്ചു കൊണ്ടുവരാനോ കഴിയാത്ത UDFന്റെ വിഷയദാരിദ്ര്യം വെറും ജാതിയുടെ പേരിൽ വോട്ട് പിടിക്കുന്ന നിലയിലേക്ക് തരം താന്നിരിക്കുകയാണ്. ജാതി മാത്രമാണ് പറയുന്നത്. മതങ്ങളെയും ജാതികളെയും വേർതിരിച്ച് കണ്ടുകൊണ്ട് അവരെ വേർപിരിച്ച് വോട്ട് ബാങ്കുകളാക്കി മാറ്റി കൈക്കലാക്കിക്കൊണ്ടും രഹസ്യ ഡീലുകൾ നടത്തിയുമാണ് വോട്ട് പിടിക്കുന്നത്. ഇതിനെതിരെയാണ് ഈ വികസന മുന്നേറ്റ ജാഥ. കേരളത്തിന് വേണ്ടി ചെയ്ത ഇടതുമുന്നണി സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ, പത്തനാപുരം നിയമമണ്ഡലത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ, അതെല്ലാം ഓർക്കാൻ വേണ്ടി മാത്രം. ഞാൻ ഒരു കലത്തിലിരിക്കുന്ന അരി മൊത്തം ബന്ധമെന്നറിയാൻ 1-2 എടുത്ത് ഞെക്കിയാൽ മതി. 1-2 എടുത്ത് ഞെക്കുകയാണ്. പത്തനാപുരത്തെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, കഴിഞ്ഞ 11 വർഷം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ MLA എന്ന നിലയിൽ ഞാൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്കൂളുകൾക്ക് കെട്ടിടം വയ്ക്കുക എന്നൊരു പദ്ധതി. ഏതാണ്ട് 11 വർഷം, 10 വർഷത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണവും അതിനു മുമ്പ് 1 വർഷം ഞാൻ സ്വന്തം നിലയ്ക്ക് ചെയ്തതുമായ വർക്ക് വെച്ച് നോക്കിയാൽ പത്തനാപുരം നിയമമണ്ഡലത്തിൽ സ്കൂളുകൾക്കായി 11 വർഷത്തിനിടയിൽ 55 ബഹുനില മന്ദിരങ്ങൾ സ്കൂളുകൾക്കായി നിർമ്മിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം ഒരു നിയോജക മണ്ഡലത്തിൽ. അതുപോലെ തന്നെ 44 അംഗൻവാടികൾ MLA ഫണ്ട് മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. 8 പഞ്ചായത്തിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തിൽ വിളക്കുടി പഞ്ചായത്തിലെ ഒരു കോൺട്രാക്ടർ കുഴപ്പമുണ്ടാക്കിയത് ഒഴിച്ചാൽ മുഴുവൻ ഭവനങ്ങളിലും ശുദ്ധീകരിച്ച കുടിവെള്ളമത്വ പദ്ധതി, മേലില വെട്ടിക്കവരുടെ അങ്ങേയറ്റത്ത് കിടക്കുന്ന എരണൂര് മലയുടെ മോളിൽ നിന്ന് വരെ കുടിവെള്ളം എല്ലാ വീട്ടിലും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. എല്ലാ പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം പൈപ്പിലൂടെ കൊടുക്കുന്നു. അതിൽ 15,000 ലിറ്റർ വെള്ളം SC/ST വിഭാഗത്തിൽപ്പെട്ട BPL-കാർക്കും സൗജന്യമായി നൽകുന്ന പദ്ധതി ഈ നിയോജകമണ്ഡലത്തിൽ ആകമാനം നടപ്പിലാക്കി. കുടിക്കാൻ വെള്ളം, നല്ല റോഡുകൾ, നല്ല സ്കൂളുകൾ, ആ സ്കൂളുകൾക്കെല്ലാം ആവശ്യമുള്ളത്രയും ഫർണിച്ചറുകൾ, സ്കൂൾ ബസ്സുകൾ, കമ്പ്യൂട്ടറുകൾ, ഇങ്ങനെ സർക്കാർ സ്കൂളുകളും സർക്കാർ എയ്ഡഡ് സ്കൂളുകളും വളരെ ശക്തിപ്പെടുത്താൻ ഇടതുമുന്നണി സ്വീകരിച്ചുള്ള നിലപാടിന്റെ പ്രതിഫലനമാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഈ പുരോഗതി. ഏത് രംഗത്തും നമ്മളെ കുറ്റം പറയാൻ കഴിയാത്തതിലുള്ള പുരോഗതി കൈവരിക്കാൻ മറ്റാരും ഇവിടെ ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഈ സംസ്ഥാനത്ത് നമുക്ക് പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ലൈൻ ആദ്യം കൂടംകുളത്ത് നിന്ന് വലിച്ചത് പത്തനാപുരം നിയമമണ്ഡലത്തിനാണ്. സമരം ചെയ്യാതെ അതിനോട് സഹകരിച്ച കേരളത്തിലെ ഏക നിയോജക മണ്ഡലം പത്തനാപുരമാണ്, നമ്മളാണ്. അങ്ങനെ സഹകരിക്കുകയും ആ കൂടംകുളം വൈദ്യുതി ലൈൻ ഒരിക്കലും സാധ്യമാണ്. 2009 മുതൽ പരിശ്രമിച്ച് നടക്കാതെ പോയ കൂടംകുളം വൈദ്യുതി ലൈൻ, കേരളത്തിന്റെ പുരോഗതിക്ക് കാരണമാകുന്ന കൂടംകുളം വൈദ്യുതി ലൈന് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് നടന്നതെന്ന് ഓർക്കണം. അതിന്റെ പേരിലാണ് നമുക്ക് കഴിഞ്ഞ 10 വർഷമായി പവർ കട്ടില്ല എന്ന് ഓർക്കണം. കേരള സംസ്ഥാനത്ത് ഇടതുമുന്നണി സർക്കാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും എല്ലാം പവർ കട്ടുള്ളപ്പോൾ നമുക്ക് പവർ കട്ടില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു കരുത്തുറ്റ നേതൃത്വത്തിന്റെ ലക്ഷണം തന്നെയാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. പവർ കട്ടുണ്ടോ എന്ന് നമ്മൾ പറയുമ്പോഴാണ് ചിന്തിക്കുന്നത്, അയ്യോ പവർ കട്ടില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുക. അങ്ങനെ സമസ്ത മേഖലകളിലും സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്ന ഒരു സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ.
ഈ പത്തനാപുരം നിയമമണ്ഡലത്തിലെ വികസനം എണ്ണി പറഞ്ഞാൽ ഒരു 7-8 മണിക്കൂർ എന്ന് പറഞ്ഞാലും തീരില്ല. അതൊക്കെ നമുക്ക് പുറകെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തൊട്ടറിഞ്ഞ, നിങ്ങൾ കണ്ടറിഞ്ഞ വികസന പ്രവർത്തനങ്ങളാണ്. എല്ലാ രംഗത്തും പുരോഗതി ഉണ്ടായി. വ്യാപാര രംഗത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രീമതി സഖാവ് സുജാതയോടും സുരാജിനോടും പറയായിരുന്നു, നമ്മളെ പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് മാൾ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് പഞ്ചായത്തിനാണെന്ന് പറഞ്ഞ് അവർക്കത് വിശ്വസിക്കാൻ ഒരു സ്വകാര്യ വ്യക്തി തുടങ്ങിയാൽ പോലും ഇത്ര മനോഹരമാവില്ല. പത്തനാപുരം പഞ്ചായത്ത് ഇത്രയും വലിയൊരു മാള് പണിതു, അതിനകത്ത് നമ്മൾ തിയേറ്റർ കൊണ്ടുവന്നു, ഇപ്പൊ ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരുന്നു. ഇതൊക്കെ പത്തനാപുരം മാർക്കറ്റിന്റെ ഒരു വലിയ വളർച്ചയ്ക്കാണ്. പത്തനാപുരം കമ്പോളം, പത്തനാപുരം എന്ന് പറഞ്ഞാൽ ഈ ടൗണിലെ കച്ചവടം വൻതോതിൽ ഉയരാൻ പോവുകയാണ്. വലിയ പുരോഗതിയും മാറ്റവുമാണ് പത്തനാപുരത്ത് വരാൻ പോകുന്നത്. നമ്മൾ നഴ്സിംഗ് കോളേജ്, സഹകരണ മേഖലയിലെ നഴ്സിംഗ് കോളേജ്, കുരിയോട്ടുമലയിൽ എഞ്ചിനീയറിംഗ് കോളേജിനോടൊപ്പം നഴ്സിംഗ് കോളേജ് അനുവദിപ്പിച്ചു. നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, നമുക്ക് നഴ്സിംഗ് കോളേജുണ്ട്. ഏതാണ്ട് 98 കോടി രൂപയുടെ നമ്മുടെ താലൂക്ക് ആശുപത്രി ജൂൺ മാസത്തോടെ പണി തീർക്കാം എന്നാണ് അവർ കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ 7 സ്പെഷ്യാലിറ്റികളുള്ള കുഞ്ഞുങ്ങൾ, ന്യൂബോൺ നഴ്സറി അടക്കമുള്ള കുഞ്ഞുങ്ങളുടെ ചികിത്സ അടക്കമുള്ള ഏറ്റവും വലിയ ആശുപത്രി, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രി ആയിരിക്കും. 98 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് നമ്മുടെ പദ്ധതി ഏതാണ്ട് പൂർത്തിയായി. എല്ലാ നിലകളും വാർത്തു കഴിഞ്ഞു. ഇനി അകത്തെ പണികളും വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ജൂൺ മാസത്തോടെ അവരത് തീർത്തു തരാം എന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇടതുമുന്നണി സർക്കാരിന്റെ നേട്ടങ്ങളാണ്. ഈ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ BMNBC ആക്കാത്ത റോഡുകളുടെ എണ്ണം കുറഞ്ഞില്ലേ? PWD കീഴിലുള്ള ഏതാണ്ട് എല്ലാ റോഡുകളും ഈ സംസ്ഥാനത്ത് BMNBC ആയി മാറിക്കഴിഞ്ഞു. നമ്മുടെ ഗ്രാമപ്രദേശത്തെ പഞ്ചായത്ത് റോഡുകൾ പോലും സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ശാസ്ത്രി ജംഗ്ഷൻ കണക്റ്റിങ്കര റോഡ്, വെട്ടിക്കവലയെന്ന തലച്ചിറ ചക്കൂരയ്ക്കൽ ചാക്കാലക്കുന്ന് റോഡ്. ഇതൊക്കെ ഗ്രാമീണ മേഖലയിൽ പഞ്ചായത്ത് ചെയ്യേണ്ട റോഡുകൾ, ജില്ലാ പഞ്ചായത്ത് ചെയ്യേണ്ട റോഡുകൾ. അതാണ് നമ്മൾ ഏറ്റെടുത്ത് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്തത്. പല റോഡുകളും ശ്രീ ബാലഗോപാൽ, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെയുണ്ട്, അദ്ദേഹം നമുക്ക് ധാരാളം റോഡുകൾ തന്ന് സഹായിച്ചിട്ടുണ്ട്. ഈ കമ്മൂഞ്ചേരിയിൽ നിന്നും ചുമടുതാങ്ങിലേക്ക് റോഡ് അദ്ദേഹം ഇപ്പൊ തന്നതാണ്. അങ്ങനെ വിവിധ റോഡുകൾ നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റ് കിട്ടുന്ന പണമെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും എത്രയും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് വെച്ചുകൊണ്ട് ഈ ഭരണം, ഈ ഗവൺമെന്റ് ഇവിടെ തന്നെ വരുമാനം വർദ്ധിപ്പിച്ച് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കി ഒരു അല്ലലും അറിയാതെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശമ്പളം പോലും വൈകിയാണ് കൊടുക്കുന്നത്. ഇവിടെ കൃത്യമായ ശമ്പളം കൊടുക്കുന്നു. എന്തിന്? KSRTC പോലും 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നു എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് നമുക്കുള്ളത്. നമ്മളത് അഭിമാനത്തോടെ കാണണം. അത് അഭിമാനത്തോടെ കണ്ടുകൊണ്ട് ഈ ജാഥയെ നമ്മൾ സ്വീകരിക്കുകയാണ്. തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുന്നു. ഗവൺമെന്റ് ജീവനക്കാർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അവർക്ക് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സർക്കാർ. കഴിഞ്ഞ തവണ ഓണം വന്നു. ഓണത്തിന് എല്ലാ സാധനങ്ങളും വില കുറച്ച് നമ്മുടെ മാവേലി നമ്മുടെ സ്റ്റോറുകളിൽ കിട്ടി. സപ്ലൈകോയുടെ സ്റ്റോറുകളിൽ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞു. അതിനെല്ലാം ജനങ്ങൾ അഭിനന്ദിച്ച ഒരു കാര്യമാണ്. അക്കാര്യങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ ശബരിമല എന്നൊരു വിഷയം എടുത്ത് ഉപയോഗിക്കുകയാണ്. ഈ വിഷയം എടുത്ത് ഉപയോഗിക്കുന്നത് അവർക്ക് തന്നെ ആപ്പാകും എന്നതിൽ ആരും സംശയവും വേണ്ട. കോടികൾ തട്ടിച്ചവർ പിടിക്കപ്പെടും എന്നതിൽ സംശയമില്ല. വാഹനമൊന്നും എടുത്ത് തന്ത്രിക്ക് കൊടുക്കാൻ പ്രയാർ ഗോപാലകൃഷ്ണനോ അജയ തറയിലിനോ യാതൊരു യോഗ്യതയുമില്ല. അത് ദേവസ്വത്തിന്റെ സ്വത്താണ്, ഭഗവാന്റെ സ്വത്താണ്. ആദ്യം അടിച്ചു മാറ്റിയത്, ക്യാമറയുടെ മുമ്പിൽ അടിച്ചു മാറ്റിയത് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമാണ്. ഇവർ അടിച്ചു മാറ്റി പോറ്റി കൊടുത്ത കൂലി കൊടുത്താണ്. തന്ത്രി കാണിക്കുന്ന കുഴപ്പങ്ങൾക്ക് തന്ത്രിക്ക് സമ്മാനമായി കൊടുത്താണ് അയ്യപ്പന്റെ വാഹനം ഇളക്കിയെടുത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കിയെടുത്ത് കൊടുക്കുക. അവിടുന്ന് മൊട്ടുസൂചി കിട്ടിയാൽ അത് കാണിക്കയിടണം. മൊട്ടുസൂചി കിട്ടിയാൽ എടുത്ത് ദേവസ്വത്തിന്റെ ലോക്കറിൽ വെക്കണം. സ്വർണം കൊണ്ടൊരു സൂചി കിട്ടിയാൽ, വെള്ളി കൊണ്ടൊരു സൂചി കിട്ടിയാൽ അത് ദേവസ്വത്തിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഖജനാവിൽ അടയ്ക്കണം എന്ന നിയമവ്യവസ്ഥ ഉള്ളപ്പോൾ അതെടുത്ത് സ്വന്തം വീട്ടിലെ കാനം പോലെ ഇളക്കിയെടുത്ത് കോൺക്രീറ്റ് തീർത്ത കൊടിമരം തടിയാണെന്ന് വരുത്തി തീർത്ത്, അത് ദ്രവിച്ചു പോയി എന്ന് വരുത്തി തീർത്ത് പൊളിച്ചു പണിത ക്രൂരകൃത്യം അതിന്റെ പുറകിലുണ്ട് എന്ന് ഓർത്താൽ നല്ലത്. ഏതാ തടിയാണെന്ന് പറഞ്ഞ് പൊളിക്കുകയാണ്. സാധനം തടി ദ്രവിച്ചിരിക്കുകയാണെന്ന് തന്ത്രി പറയുന്നു. ഇവര് പൊളിക്കുന്നു. ഒരു കള്ളപ്പണി ചെയ്യാൻ പോകുന്നു. തുറന്നു നോക്കുമ്പോൾ കോൺക്രീറ്റിലാണ് കൊടിമരം നിൽക്കുന്നത്. കോൺക്രീറ്റിന്റെ പുറത്താണ് സ്വർണ്ണ പറ ഇറക്കിയത്. ഇതെല്ലാം ഈ വേലയെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നാടായ നാട് മുഴുവൻ നടന്ന് ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞു. വേറെയും ഉണ്ട് ഒരു വൃത്തികെട്ട പരിപാടി. ഒരു പാട്ടിറക്കിയിട്ടുണ്ട്. ഈ പാട്ട് ദൈവനിന്ദയാണ്. കാരണം ശബരിമല അയ്യപ്പനെ ആളുകൾ വിളിക്കുന്ന കരിമല കയറ്റം ശരണം പൊന്നയ്യപ്പ, 18 പടി നമ ശരണം പൊന്നയ്യപ്പ, അങ്ങനെ വിളിക്കുന്നിടത്ത് മറ്റൊരു എതിർ രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടി, സഖാക്കളെ അപമാനിക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയെ അപമാനിക്കാൻ വേണ്ടി അപമാനിക്കുന്ന വാക്ക് പറഞ്ഞിട്ട് എന്റെ വാലിൽ അയ്യപ്പനെ പറയുക.
അയ്യപ്പനെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുകയാണ്. അത് നെറികെട്ട പണിയാണ്. കാരണം വിശ്വാസികൾ ചിന്തിക്കേണ്ടതാണ്, വിശ്വാസത്തിന് പുറത്ത് ദൈവവിശ്വാസത്തോടെ ഭക്തിയോടെ അയ്യപ്പ എന്ന് വിളിക്കുന്നിടത്ത് ഓരോരുത്തന്മാർ അവന്മാരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അയ്യപ്പനെ പറ്റി പാരടി ഉണ്ടാക്കി പാടുന്നവന്മാർക്കാണ് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് എന്ന് എല്ലാവരും ഓർക്കണം. എല്ലാ വിശ്വാസികളും ചിന്തിക്കണം. അയ്യപ്പൻ എന്ന വിശ്വാസത്തെ കളിയാക്കുന്ന തരത്തിലാണ്. ഞാൻ കോന്നിന്ന് വരുമ്പോൾ ഒരു ദിവസം ഒരു ചെറിയ ബസ് ഓടി വരുന്നു. ഈ ബസ്സിനുള്ളിൽ പാട്ട് വെച്ചിരിക്കുകയാണ്. യവന്മാരെ പാരടി പാട്ടുകൾ വെച്ച് ആന്ധ്രയിൽ നിന്ന് വരുന്ന ബസ്സാണ്. ഈ ആന്ധ്രാക്കാരൻ വിചാരിച്ചു കേരളത്തിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന അയ്യപ്പൻ പാട്ടാണെന്ന് വെച്ച് ഈ പാട്ടും വെച്ചുകൊണ്ട് ആ ഭക്തജനങ്ങൾ അയ്യപ്പന്മാരെ പറ്റിക്കുന്ന യവന്മാരെ പരിപാടി, ആരെയും പറ്റിക്കുന്ന പരിപാടി, കള്ളം മാത്രം പറയുന്ന പരിപാടി, ഇതിനെതിരെയാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. ഈ വികസന മുന്നേറ്റ ജാഥ കേരളത്തിൽ എല്ലായിടത്തും കടന്നു വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൂന്നാം പിണറായി സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി അതിശക്തമായ പ്രവർത്തനത്തോടെ നമ്മൾ മൂന്നാമതും ഇതിനേക്കാൾ ഇന്ന് ഇപ്പോൾ ഉള്ള 99-നേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം, പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഭരണം, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭരണം, തൊഴിലാളിക്ക് വേണ്ടിയുള്ള ഭരണം, എല്ലാ രംഗത്തും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് ഇന്ത്യയിലെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാക്കി മാറ്റുവാൻ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരുകൾ 2 സർക്കാരുകൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് വലിയ നിക്ഷേപം ഇനിയും കേരളത്തിലേക്ക് വരണമെങ്കിൽ ധൈര്യത്തോടെ അഴിമതിയില്ലാതെ നിക്ഷേപിക്കാൻ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരിക്കണം. അല്ല വരുന്നവന്റെ അടുത്ത് നക്കാപ്പീച്ചയ്ക്ക് കൈ നീട്ടുന്ന പരിപാടിയില്ല. ആര് വന്നാലും 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് അവരുടെ സ്ഥാപനം തുടങ്ങാൻ അനുമതി കൊടുക്കുന്ന ഏറ്റവും വേഗതയുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ കേരളം എന്ന് നമ്പർ 1 സംസ്ഥാനമെന്നാണ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോടാനുകോടി രൂപയുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ ഒരുങ്ങുന്നു. ഇടതുപക്ഷ മുന്നണിയെ വിശ്വസിച്ചാണ് വരുന്നത്. അത് നമ്മുടെ മക്കൾക്ക് തൊഴിലുണ്ടാക്കും, നമ്മുടെ വ്യാപാരം വിജയിക്കും, സമസ്ത മേഖലയും പുരോഗമിക്കും. അതിനുവേണ്ടി വീണ്ടും എല്ലാവരും കയ്യും മെയ്യും മറന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം നിന്ന് എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു 100-ന് മേൽ സീറ്റ് നൽകി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സർക്കാർ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനായി പരിശ്രമിക്കണം, നമ്മളെല്ലാവരും അതിനായി പരിശ്രമിക്കണം. അതിന് അഭിമാനത്തോടെ നമുക്ക് പറയാം, ഏതൊരു സ്ഥലത്ത് കയറി ചെന്നാലും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വോട്ട് പിടിക്കാം. അല്ലാതെ ദൈവത്തിനെ അധിക്ഷേപിച്ചും ജാതി പറഞ്ഞും മതം പറഞ്ഞും അല്ല വോട്ട് പിടിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ അത് ജനങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇടതുമുന്നണി സർക്കാരിനെ മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള കരുത്തുറ്റ പ്രവർത്തനങ്ങൾ ഇനിയുള്ള നാളുകൾ കാഴ്ചവെക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനായ സഖാവ് ബിനോയ് വിശ്വം അദ്ദേഹം നയിക്കുന്ന ഈ വികസന മുന്നേറ്റ ജാഥ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി വരുമ്പോൾ പത്തനാപുരത്തിന്റെ മണ്ണിലേക്ക്, കൊല്ലം ജില്ലയിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോൾ എല്ലാവരെയും എല്ലാ സഖാക്കളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.